ഹായ് ഓൾ, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും. ശിവാഞ്ജലി വ്ളോഗ്സ് എന്ന് പറയുന്ന ഒരു സഹോദരിയുടെ ചാനൽ. അപ്പോൾ അവരൊരു നോർത്ത് ഇന്ത്യയിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അവർ ഉത്തർപ്രദേശിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവിടെ നിന്നും അവിടുത്തെ മരുമക്കളുടെ രീതികൾ എങ്ങനെയാണ്, അപ്പോൾ അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ കാണിക്കുന്ന ഒരു ചാനലാണ് നമ്മുടെ ശിവാഞ്ജലി വ്ളോഗ്സിലൂടെ അവർ പുറത്തു കൊണ്ടുവരുന്നത്. അപ്പോൾ ഞാനും ഈ ഇടയായിട്ട് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ ശിവാഞ്ജലി വ്ളോഗ്സ് കാണാൻ തുടങ്ങിയിട്ട്. അപ്പം എല്ലാവരും ഒരു കൗതുകം കൊണ്ടായിരിക്കും അവരുടെ വീഡിയോ ആദ്യം കാണുന്നത്. കാരണം ഒരു ഹിന്ദിക്കാരി മലയാളം സംസാരിക്കുന്നു. അപ്പോൾ കറക്റ്റ് ഒരു തനി മലയാളി സംസാരിക്കുന്ന രീതിയിൽ തന്നെ ചെറിയ വ്യത്യാസങ്ങളോടെ ആണ് സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കൗതുകം കൊണ്ടായിരിക്കും നമ്മളെല്ലാവരും അവരുടെ വീഡിയോ ശ്രദ്ധിക്കാനുള്ള പ്രധാനമായിട്ടുള്ള കാരണം. അപ്പോൾ അവരുടെ കൂടുതൽ വീഡിയോസ് കണ്ടു തുടങ്ങിയപ്പോൾ എനിക്ക് പൊതുവെ മനസ്സിലായി അവരൊരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അവർ ഓരോ വീഡിയോസിൽ എടുത്ത് പറയാറുണ്ട് ഇവിടുത്തെ മരുമക്കളുടെ ലൈഫ് എങ്ങനെയാണെന്ന് കാണിക്കാനാണ് ഞാൻ ഈ വീഡിയോസ് ചെയ്യുന്നതെന്ന്. അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ മരുമക്കൾ ഇങ്ങനെ നിൽക്കണം, ഈ രീതിയിൽ ഡ്രസ്സ് ചെയ്യാൻ പാടുള്ളൂ, ഈ രീതിയിൽ സംസാരിക്കാൻ പാടുള്ളൂ, അങ്ങനെയൊക്കെ ഒരുപാട് ചിട്ടകൾ റെസ്ട്രിക്ഷൻസിൻ്റെ ഇടയിലാണ് അവർ ഈ വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ പല സമയങ്ങളിലും എല്ലാവരും ഉറങ്ങിയതിന് ശേഷമൊക്കെയാണ് അവർ ഈ വീഡിയോസ് ചെയ്യുന്നതും ആ കാര്യങ്ങൾ അറിയിക്കുന്നത്. അപ്പോൾ ഒരു വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു അമ്മായിയമ്മയ്ക്ക് ആദ്യമൊക്കെ എതിർപ്പുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ കുഴപ്പമില്ലാന്ന്. പക്ഷെ എന്നിരുന്നാലും ഇപ്പോൾ കഴിഞ്ഞ ദിവസം റീസെൻ്റ്ലി അവർ ആഡ് ചെയ്ത ഒരു വീഡിയോയിൽ അവർ വളരെയധികം സങ്കടത്തിൽ കരഞ്ഞുകൊണ്ടാണ് ആ വീഡിയോയിൽ വന്നേക്കുന്നത്. കാരണം അവർ റൂമിലിരുന്ന് ഒളിച്ചെടുക്കുന്ന ഒരു വീഡിയോ പോലെയാണ് നമുക്ക് കണ്ടാൽ തോന്നുക. കാരണം എന്തൊക്കെയോ ആൾക്ക് പറയാനുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ പറയാനുള്ള സാഹചര്യം ഇല്ല. അപ്പോൾ ഈ വീഡിയോസ് എടുക്കുന്നത് കൊണ്ട് വീട്ടിൽ ഫാമിലിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ള രീതിയിലാണ് നമുക്ക് ആ വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കുന്നത്. അപ്പോൾ അവർ വിചാരിച്ചു അപ്പോൾ നമ്മുടെ വീഡിയോസ് കണ്ട് ഇത്രയും പേര് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വന്നു സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അപ്പോൾ ഞാൻ പെട്ടെന്ന് ഒരു ദിവസം വീഡിയോ ഇടാതിരുന്നാൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് മുഴുവൻ എനിക്ക് നഷ്ടപ്പെട്ടു പോകും എന്നുള്ളൊരു പേടി അവരുടെ കണ്ണിൽ നമുക്ക് ആ വീഡിയോയിൽ കാണാം. അതുകൊണ്ടാണ് അവർ എടുത്തെടുത്ത് പറയും നിങ്ങൾ എന്നെ വിട്ടു പോകരുത്, നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർ എന്നെ വിട്ടു പോകരുത്, ഞാൻ 2-3 ദിവസം വീഡിയോ ഇട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ എൻ്റെ ചാനലിൽ നിന്ന് പോകരുതെന്ന് ഒരു അപേക്ഷിക്കും പോലെയാണ് പറയുന്നത്. അപ്പോൾ അവരുടെ യഥാർത്ഥ സ്ഥലം ബീഹാറാണ് കേട്ടോ. ശിവാഞ്ജലിയുടെ ഭർത്താവിൻ്റെ സ്ഥലമാണ് ഉത്തർപ്രദേശ്. അപ്പം നമ്മൾ ഉദ്ദേശിക്കും പോലെ അവർ ബോൺ ഇൻ കേരള അല്ല. അതായത് അവരുടെ നേറ്റീവ് എന്ന് പറയുന്നത് കേരള അല്ല. അവർ ജനിച്ച് അവരുടെ അച്ഛനും അമ്മയൊക്കെ ഇവിടെ ജോലിക്ക് വന്നിട്ട് അവർ ജനിച്ച് പഠിച്ചു വളർന്നത് കേരളത്തിലാണ്. അതുകൊണ്ടാണ് ഇത്രയും ഫ്ലുവൻ്റ് ആയിട്ട് അവർ മലയാളം സംസാരിക്കുന്നത്. അപ്പോൾ അവരുടെ സ്ഥലം ബീഹാർ ആയതുകൊണ്ട് തന്നെ അവരുടെ കല്യാണം കഴിപ്പിച്ച് കൊടുത്തത് ഒരു നോർത്ത് ഇന്ത്യക്കാരന് തന്നെയാണ്, ഉത്തർപ്രദേശ് സ്വദേശി. അപ്പോൾ അവരിതിൽ പറയുന്നുണ്ട് ഇവിടുത്തെ അമ്മായിയമ്മമാരൊക്കെ ഭയങ്കര റൂഡാണ്, ഇടുങ്ങിയ മനസ്സുള്ളവരാണ്, അങ്ങനെയൊക്കെ ഒരുപാട്. അപ്പോൾ അതിലവർ പറയുന്നുണ്ട് എനിക്കിവിടെ നിന്ന് രക്ഷപ്പെടണം, എനിക്കിവിടെ നിൽക്കാൻ തീരെ ഇഷ്ടമല്ല, അപ്പോൾ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം, ഞാനിവിടെ നിന്ന് പോയാൽ ഒരു പ്രായമൊക്കെ കഴിയുമ്പോൾ ഞാനും അവരെ പോലെ ഒരു അമ്മായിയമ്മയോ ഒരു സ്ത്രീയോ ആയി മാറും. അപ്പോൾ ഒരുപാട് പേര് അതിൽ ആ വീഡിയോയിൽ കമൻസ് ഒക്കെ ഇടുന്നുണ്ട് മലയാളികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെന്ന് രക്ഷിക്കൂ, അവരെ കേരളത്തിലേക്ക് കൊണ്ടുവരുമെന്ന്. അപ്പോൾ അവർ കേരളത്തിലുള്ള ഒരു വ്യക്തിയല്ല, കേരളത്തിൽ ജനിച്ചു പഠിച്ചു വളർന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ അവരുടെ ഫാമിലി മുഴുവൻ നോർത്ത് ഇന്ത്യക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അവിടെ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അവർക്ക് സാമ്പത്തികമായിട്ട് വേണം. അപ്പോൾ യൂട്യൂബ് വഴി അവർക്കൊരു സപ്പോർട്ടാണ് കിട്ടുന്നത്. അപ്പോൾ അവർക്ക് ഈ സിറ്റുവേഷനിൽ നിന്നൊക്കെ അവരുടെ കുട്ടികളെയും കൊണ്ട് നല്ല വിദ്യാഭ്യാസം കൊടുത്ത് മാറി താമസിക്കാൻ അവർക്ക് കഴിയും. അപ്പോൾ ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നുണ്ട് ശിവാഞ്ജലി വ്ളോഗ്സിൽ ആ വീഡിയോ എടുത്ത്. അപ്പോൾ അവരുടെ അവസ്ഥ അത്രയും ബുദ്ധിമുട്ടിലൂടെയാണ് അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു തെളിവാണ് ആ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരുന്നാലും അവർക്ക് അതിൽ നിന്നൊക്കെ പുറത്ത് കടക്കാൻ കഴിയട്ടെ. അപ്പോൾ എന്താണ് പ്രശ്നമെന്ന് കൂടുതൽ കാര്യങ്ങളൊക്കെ അവിടെ ഉള്ളവർക്കായിരിക്കും കൂടുതൽ അറിയാൻ പറ്റുക. അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് കൂടുതൽ വീഡിയോസിന് ഇടുമ്പോൾ നമുക്ക് അവരുടെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.